വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നഷ്ടപ്പെട്ടു പോയ റീച്ചിനെ ഉപ്പുമുളകിൽ തിരിച്ചു കൊണ്ടുവരാൻ കാരണമായത് കേശുവിൻ്റെ കണ്ടൻറ്റാണ്. കേശുവിൻ്റെ ലവ് സ്റ്റോറീസും കേശുവിൻ്റെ ഗേൾ ഫ്രണ്ട്സൊക്കെ തിരിച്ചു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പുമുളകും വീണ്ടും പഴയ റീച്ചിലോട്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ കേശുവിൻ്റെ പഴയ കാമുകമാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അലീന ഫ്രാൻസിസ്, ഹരിത എന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ നിലവിൽ സീസൺ 3 ഇൻട്രൊഡ്യൂസ് ചെയ്ത മെർലിനുമുണ്ട്. ഇപ്പോൾ അവരെല്ലാം വരുന്ന എപ്പിസോഡുകളൊക്കെ ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് അലീന ഫ്രാൻസിസ് വന്ന എപ്പിസോഡൊക്കെ ഓൾമോസ്റ്റ് ഒരൊറ്റ ദിവസത്തിനകം തന്നെ 1 മില്യൺ വ്യൂസ് തികച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സീസൺ 2 ഇൻട്രൊഡ്യൂസ് ചെയ്ത വെറും ഒരൊറ്റ എപ്പിസോഡിൽ മാത്രം വന്ന മാളവിക എന്നൊരു കഥാപാത്രത്തെയാണ്. അപ്പോൾ ഉപ്പുമുളകിലോട്ട് ഇനി മാളവികയും കൂടി വരുമോ എന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തൽക്കാലം മാളവിക എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവരില്ല. അതിന് പകരമാണ് ഉപ്പുമുളകിൽ പഴയ ഒരു ആർട്ടിസ്റ്റായ ഹരിത അത് കേശുവിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ഹരിത എന്നൊരു പുതിയൊരു കഥാപാത്രത്തെയും കൂടി ഉപ്പുമുളകും സീസൺ 3 കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇവരെയൊക്കെ വെച്ചായിരിക്കും മുന്നേറാൻ പോകുന്നത്. ഉപ്പുമുളകും അലീന ഫ്രാൻസിസും മെർലിനും ഹരിതയും ഇവരുടെയൊക്കെ കോംബോ ഒക്കെ ആയിരിക്കും ഇനി വരുന്ന എപ്പിസോഡിലുണ്ടാവുക. മാളവിക തൽക്കാലം ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ആ ഒരു കഥാപാത്രം ചെയ്ത ആർട്ടിസ്റ്റ് ഇപ്പോൾ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഉപ്പുമുളകിൽ വരില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി കുറച്ച് എപ്പിസോഡുകളും കൂടി കഴിഞ്ഞാൽ ആ ഒരു കഥാപാത്രവും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പുമുളകിൽ മാളവികയുടെയും ഒരു എൻട്രിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.